പഴയ നിയമത്തിൽ ഏറ്റവും ശക്തനായ ഒരു പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും വിശുദ്ധ ബൈബിളിലുണ്ട്. അതിലേറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന, അറിയുന്ന, ശ്രദ്ധേയനായ ഒരു ശക്തനായ പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് അതിന്റെ 7-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലും പറഞ്ഞിട്ടുണ്ട്. യേശുവിന്റെ കഷ്ട അനുഭവങ്ങളെ കുറിച്ച് 53-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് 5:1 വായിച്ചത്, ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ എന്റെ പ്രിയതമന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. സ്തോത്രം. അതായത് പഴയ നിയമത്തിൽ ഇസ്രായേൽ സഭ, സ്തോത്രം, നമുക്കറിയാം, മോശ മുഖാന്തരം ഭയനെടുത്തപ്പെട്ട ഒരു സഭയാണ്, സ്തോത്രം, അതായത് ഇസ്രായേൽ സഭ. പ്രവാചക പുസ്തകം 25:8 പറയുന്നു, ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അതാണ് ഇസ്രായേൽ സഭ. സ്തോത്രം. സമാഗമന കൂടാരത്തിൽ, സ്തോത്രം, 3 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. മരുഭൂമിയിലെ സഭ എന്ന് വിളിച്ചിരുന്ന സമാഗമന കൂടാരം, അതിൽ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അദൃശ്യ സ്ഥലം. ജനം ആരാധിക്കുവാൻ പ്രാകാരത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിന് കാരണമായി, സ്തോത്ര മുഖാന്തരമായി അവർ യാഗമൃഗങ്ങളെ കൊണ്ടുവരും. അവർ പുരോഹിതന്മാരുടെ കരങ്ങളിലേക്ക് കൊടുക്കും. അവിടെ പാപങ്ങൾ അതിലേക്ക് ചുമത്തിയിട്ട്, സ്തോത്രം, പുരോഹിതന്മാർ അതിനെ അറുക്കുകയാണ്. സ്തോത്രം. പിന്നെ അവിടെ യാഗപീഠത്തിന്മേൽ അതിനെ കത്തിച്ചു കളയുന്നു. അത് യഹോവയ്ക്ക് സൗരഭ്യമായി വാസനയായി മാറുന്നു. എന്നാൽ ശുദ്ധീകരിക്കപ്പെട്ട, വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ദൈവവേദലാണ്, സ്തോത്രം, അതായത് സ്തോത്രം, വിശുദ്ധ സ്ഥലത്തിലേക്ക് കയറി വരുന്നത്. അവർക്കാണ് ആരാധ്യപരരാകുന്നത്. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. സ്തോത്രം. ഒരു വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ, ദൈവത്തിന്റെ മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ സഭയിലേക്ക് കടന്നു വരുമ്പോൾ, സ്തോത്രം, പുതിയ നിയമ സഭയുടെ അംഗമായി തീരുകയാണ്. എന്നാൽ നമ്മുടെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് നമ്മൾ കേട്ടല്ലോ. സ്തോത്രം. ഈ സഭ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ അനേക സ്ഥാപനങ്ങൾ ഉണ്ട് എങ്കിലും അത് ഈ ലോകത്തോട് തീർന്നു പോകുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷേ ദൈവം ആരംഭിച്ച 2 സ്ഥാപനം, ഒന്ന്, സ്തോത്രം, കുടുംബം, 2, ദൈവസഭ. പ്രൈസ് ദി ലോർഡ്. അതേ വിശുദ്ധ യെശയ്യാ പ്രവചനം പറയുന്നുണ്ട്, സ്തോത്രം, അതൊരു മുന്തിരിത്തോട്ടമാണ്. ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ എന്റെ പ്രിയതമന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. സ്തോത്രം. മരുഭൂമിയിലെ ദൈവസഭ, 1ാമത്തെ ചർച്ച്. സ്തോത്രം. 30 ലക്ഷം ജനങ്ങൾ വരുന്നതായ ദൈവസഭ. സ്തോത്രം. അവിടെ ആരാധനയുണ്ടായിരുന്നു, പ്രാർത്ഥനയുണ്ടായിരുന്നു. അവർ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. മോശ മുഖാന്തരം, അഹരോൻ മുഖാന്തരം, 70 മൂപ്പന്മാരുടെ മുഖാന്തരം ആ സഭ നടത്തപ്പെടുവാനിടയായി. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ പറയുന്നു, സ്തോത്രം, അവിടെ വായിച്ചാട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, വായിക്കാം, ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിവള്ളിയായി നട്ടു. വിശിഷ്ട മുന്തിരിവള്ളിയായി നല്ല തൈയായി നട്ടു. നട്ടിരിക്കെ നീ എനിക്ക് കാട്ടുമുന്തിരിവള്ളിയുടെ തൈയായി തീർന്നത്. അപ്പൊ ദൈവം നമ്മൾ നട്ടത് എങ്ങനെ? വിശിഷ്ട മുന്തിരിവള്ളിയായി, നല്ല തൈയായി എന്ത് ചെയ്തു? നട്ടു. നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചത് നല്ല ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വേണ്ടി ഫലം കൊടുക്കുവാൻ, സ്തോത്രം, കർത്താവിന് വേണ്ടി ഫലം കഴിക്കുവാൻ, ദൈവസഭയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവർക്ക് വിടുതലിന് വേണ്ടിയാണ് നമ്മെ വിളിച്ചത്. ഹല്ലേലൂയ. നമ്മെ ആരെയും ദൈവം വിശ്വാസിയായിട്ടല്ല വിളിച്ചത്, പിന്നെ അവന്റെ ശിഷ്യന്മാരായി വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്രകാരം യിരെമ്യാ പ്രവചനം 2:21 വിശിഷ്ട മുന്തിരിവള്ളി നട്ടിരിക്കുമ്പോൾ തന്നെ അനേകർ ദൈവത്തിന്റെ വഴി വിട്ട്, ദൈവത്തിന്റെ കൃപ വിട്ട്, ദൈവത്തിന്റെ ശക്തി വിട്ട് കാട്ടുമുന്തിരി കൈപ്പേർന്ന അനുഭവത്തിലേക്ക്
പ്രാപിച്ച് അനേകർ പിന്മാറ്റത്തിലേക്ക് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിട്ട് സ്തോത്രം സങ്കീർത്തനം 80-ാം അധ്യായത്തിന്റെ 13-14 നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം രണ്ട് ശക്തികൾ ഈ മുന്തിരിവള്ളിയെ തകർക്കുവാൻ കടന്നു വരുന്നു. ഒന്ന് സ്തോത്രം വയലിലെ മൃഗം, രണ്ട് കാട്ടുപന്നി. വായിച്ചാട്ടെ സ്തോത്രം 80-ാം സങ്കീർത്തനം 13-14 വായിക്കാം. 80-ാം സങ്കീർത്തനം 13-14 വാക്യങ്ങൾ വായിച്ചാട്ടെ. നീ മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞ അതിന് നട്ടു, നീ തടമെടുത്ത് അത് വേരൂന്നി ദേശത്ത് പടർന്നു. അതിന്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരിക്കുന്നു. മതി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ വായിച്ചാട്ടെ 13-14 വാക്യം വായിക്കാം. കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു, വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു. സ്തോത്രം. പാപത്തിൽ നിന്ന്, പാപചേറ്റിൽ നിന്ന് സ്തോത്രം കടന്നായ വ്യക്തിയെ, മിസ്രയീമിന്റെ അനുഭവത്തിൽ ആയിരുന്ന വ്യക്തിയെ ദൈവം കൊണ്ടുവന്ന് ദൈവസഭയ്ക്കകത്ത് വെച്ചപ്പോൾ സ്തോത്രം രണ്ട് ശക്തികൾ, പൈശാചിക ശക്തി കടന്നു വരുന്നു. ഒന്ന് കാട്ടുപന്നി, ഹല്ലേലൂയ. കാട്ടുപന്നി അതിനെ ഉഴുതു കളയുന്നു. സ്തോത്രം. വയലിലെ മൃഗം എന്ത് ചെയ്യുന്നു? തിന്നുകളയുന്നു. ഒരു മുന്തിരിവള്ളിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് സ്തോത്രം അതിന്റെ മണ്ണിൽ വേര് ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ സ്തോത്രം അതായത് കാട്ടുപന്നി അകത്ത് വന്ന് അതിന്റെ തടത്തിലേക്ക് മാന്തുകയാണ്. അപ്പോൾ അത് വേരിൽ നിന്ന് സ്തോത്രം ഭൂമിയായിട്ട് ബന്ധം വിട്ടു സ്തോത്രം വീഴുമ്പോൾ ഉടൻ തന്നെ അതിനെ തിന്നുകളയുവാൻ വയലിലെ മൃഗങ്ങൾ കടന്നു വരികയാണ്. സാത്താനെ വിശേഷിപ്പിച്ചിരിക്കുന്ന വാക്കുകളാണിത്. കാട്ടുപന്നിയെ പോലെ സ്തോത്രം വയലിലെ മൃഗങ്ങളെ പോലെ തകർത്ത് കളയുവാൻ സാത്താന്റെ ശക്തികൾ ദൈവസഭയ്ക്കെതിരെ പാടകോരിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ഒരു ദൈവത്തെ ചിന്തിക്കണം. ഞാനൊരു മുന്തിരിവള്ളിയാണ്, എന്നെ ഫലം കായ്ക്കുവാനാണ് വിളിച്ചത്. സ്തോത്രം. ഞാൻ കാട്ടുമൂന്ന് സ്തോത്രം മുന്തിരിവള്ളിയായിട്ടല്ല, പിന്നെയോ ഫലവത്തായ ഒരു കുന്നിന്മേൽ ഞാൻ നടപ്പെട്ടിരിക്കുന്നെങ്കിൽ നിശ്ചയമായും സ്തോത്രം വയലിലെ മൃഗങ്ങൾക്കോ കാട്ടുപന്നിക്കോ എന്നെ തകർക്കാൻ കഴിയത്തില്ല. എത്ര പേര് വിശ്വസിക്കുന്നു? പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സ്തോത്രം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. ഹല്ലേലൂയ. 15-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എന്റെ പിതാവ് തോട്ടക്കാരൻ ആകുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെളിപ്പാക്കുന്നു. ഹല്ലേലൂയ. ഈ അന്ത്യ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പകർച്ച ജനഹൃദയങ്ങൾ പകർന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കായ്ക്കുന്നതിനെ സ്വതന്ത്രം അധികം ഫലം കായ്ക്കേണ്ടതിന് എന്ത് ചെയ്യുന്നു? ചെത്തി വെളിപ്പാക്കുന്നു. നമ്മുടെ കുറവുകളെ ഉണർത്തി, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ പാപങ്ങളെ ഉണർത്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിലും നിങ്ങളിലും വരുമ്പോൾ സ്തോത്രം നമ്മുടെ തെറ്റ്, എന്റെ പാപം എനിക്ക് തന്നെ മനസ്സിലാകും. മറ്റൊരു വ്യക്തി പറഞ്ഞിട്ട് ആവശ്യമില്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവവൈതലേ, നീ പോകുന്ന വഴി തെറ്റെന്ന് നിനക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നതിന് അനുസരിച്ച് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ അവിടെ ഒരു വെളിപ്പാക്കുന്ന വിശുദ്ധീകരണത്തിന്റെ ശുശ്രൂഷയാണ് അവിടെ നടക്കുന്നത്. വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ തെറ്റുകളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ വിട്ടുകളഞ്ഞിട്ട് കർത്താവേ അതിൽ നിന്ന് രക്ഷപ്പെട്ട് കൃപയിൽ വിശുദ്ധീകരിക്കപ്പെട്ട നല്ലൊരു മണവാട്ടിയായി, നല്ലൊരു വിശുദ്ധനായി, നല്ലൊരു പാസ്റ്ററായി, നല്ലൊരു സുവിശേഷകനായി, സ്തോത്രം, നല്ലൊരു വിശ്വാസിയായി നാം മാറുവാൻ ഒരു നല്ല മുന്തിരിവള്ളിയായി നമ്മൾ മാറണം. ഹല്ലേലൂയ. അവിടെ രണ്ട് അനുഭവങ്ങൾ. ഒന്ന് കായ്ക്കുന്ന മുന്തിരിവള്ളി, രണ്ട് കായ്ക്കാത്ത എന്ത് ചെയ്യും? സ്തോത്രം, അതിനെ നീക്കിക്കളയുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, എന്നിലും ഭക്തന്മാർ, എന്നിലും ശക്തന്മാരായ എത്രയോ വിശുദ്ധന്മാർ സ്തോത്രം ഈ മരുഭൂമി യാത്രയിൽ കർത്താവിന് നിന്നവര്, ദൈവസഭ പണിതവര്,
നമ്മളെ നിർത്തിയിരിക്കുന്നത്. നമുക്ക് വേണ്ടി ആരോ പ്രാർത്ഥിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി ആരോ ഉപവസിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കാം, നിങ്ങളുടെ ചർച്ച് പാസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കാം, നിങ്ങളുടെ മക്കൾ വീഴാതിരിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ അവർ നല്ല തൈകളായി, അവർ നല്ല ഫലം കൊടുക്കുന്ന ദൈവത്തിന്റെ മക്കളായി കൃപയിൽ ജീവിക്കുവാൻ ഉള്ള ഒരു മക്കളായി മാറ്റപ്പെടുവാനാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന ക്രിസ്തീയ ജീവിതത്തിന്റെ ബേസ് എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്നവരെ പരാജയപ്പെടുത്തുവാൻ ഒരു സാത്താന്യ ശക്തികൾക്കും കഴിയത്തില്ല. എന്തുകൊണ്ടെന്നാൽ ബൈബിൾ പറയുന്നു, സ്തോത്രം, 1 പത്രോസ് 5:8, നിർമ്മലരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടെന്ന് അലറുന്ന സിംഹം പോലെ തിരഞ്ഞെന്തിയുന്നു, ചുറ്റി നടക്കുന്നു. ഹല്ലേലൂയ. അവൻ സിംഹമായി അലറുന്ന സിംഹം പോലെ ചുറ്റി നടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, സിംഹമല്ല, സിംഹത്തിന്റെ വേഷത്തിൽ നടക്കുന്നു. പക്ഷേ നമ്മുടെ കർത്താവായ യേശു യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ രണ്ട് കരങ്ങളെ അടിച്ച് കർത്താവ് മഹത്വപ്പെടുത്തിയാണ്. അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, സാത്താൻ അലറുന്ന സിംഹം പോലെ ചുറ്റി നടക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതായ യഹൂദ ഗോത്രത്തിലെ ഒരു സിംഹമുണ്ട്. അവൻ സർവശക്തനാണ്, അവൻ നിത്യനാണ്, അവൻ നീതിമാനാണ്, അവൻ സൗഖ്യത്തിന്റെ ദാതാവാണ്, അവൻ നിങ്ങളെ ബലപ്പെടുത്തുന്നവനാണ്. ഒരു സിംഹം ഗർജിക്കുമ്പോൾ സകല മൃഗങ്ങളും ഭയപ്പെടുന്നത് പോലെ യഹൂദ ഗോത്രത്തിലെ സിംഹം ഇറങ്ങി വരാൻ പോവുകയാണ്. രാജാതി രാജാവായി, കർത്താതി കർത്താവായി, തന്റെ മണവാട്ടിയെ വെടികളിക്കുവാൻ മധ്യ ആകാശത്തിലേക്ക് അവൻ വേഗത്തിൽ വരാൻ പോവുകയാണ്. അതുകൊണ്ട് നല്ല തൈയായി നമുക്ക് മാറാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, സ്തോത്രം, അതായത് സ്തോത്രം, ഈ സഭയ്ക്കെതിരായി അല്ലെങ്കിൽ ഈ മണവാട്ടിക്കെതിരായി സ്തോത്രം, അതായത് ഉത്തമഗീതം 2-ാമത്തെ 5-ാം വാക്യം പറയുന്നു, സ്തോത്രം, മുന്തിരി വഴി നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാർ. നിങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ മുന്തിരി വള്ളി നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെ പിടിച്ചു തരുവിൻ. ഹല്ലേലൂയ. അപ്പോൾ ദൈവസഭയെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാർ. നമുക്കറിയാം, നോർത്തിലൊക്കെ എത്രയോ പാസ്റ്റർമാർ ഇന്ന് ജയിലുകളിലാണ്. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ ഗവൺമെന്റ് സഭയെ അനുവദിക്കുന്നില്ല. സ്തോത്രം. സ്കൂളില്ലാത്തവർക്ക് സ്കൂൾ വെച്ചു കൊടുത്ത്, വിദ്യാഭ്യാസം ഇല്ലാത്തവർ വിദ്യാഭ്യാസം കൊടുത്ത്, വസ്ത്രമില്ലാത്ത വസ്ത്രം കൊടുത്ത് അവരെ ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട ലെവലിലേക്ക് എത്തിക്കുമ്പോൾ സ്തോത്രം, മതം മാറ്റുന്ന പേരിൽ സ്തോത്രം, അതേ രാഷ്ട്രീയക്കാർ അതിന് വിടാതെ വണ്ണം അനേക ദൈവദാസന്മാർ ഇന്നും ജയിലിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, അതാണ് സ്തോത്രം ബൈബിൾ പറയുന്നു, വൈദിക ഭാഷയിൽ പറയുന്നു, സ്തോത്രം, മുന്തിരി വള്ളി നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാർ അവനെ പിടിക്കുവിൻ. ഹല്ലേലൂയ. അവനെ പിടിക്കണമെങ്കിൽ സ്തോത്രം, നമുക്കൊരു രാഷ്ട്രീയ ശക്തിയില്ല, നമുക്കൊരു ശക്തിയുണ്ട്. അതാണ് സ്തോത്രം, മാർക്കോസിന്റെ മാളിക മുറിയിൽ 2024 വർഷങ്ങൾക്ക് മുമ്പ് അപ്പോസ്തലന്മാരിൽ പകരപ്പെട്ട അതേ അഭിഷേകം എന്നിലും നിങ്ങളിലും ഉണ്ടെങ്കിൽ നിങ്ങളെ തകർക്കുവാൻ ഒരു ശക്തിക്ക് ഇത്രയും കരമടിക്കും. പ്രാർത്ഥിച്ച ഒരു നിമിഷം കരമടിച്ചാണ് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ. 2024 വർഷങ്ങൾക്ക് മുമ്പേ 120 പകർന്നായ പരിശുദ്ധ